നമ്മൾ നേരത്തെ പറഞ്ഞു, നിയമാവർത്തന പുസ്തകം 31 പറയുന്നു, കർത്താവാണ് നിന്റെ മുൻപിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് മുൻപിൽ പോകുന്നുണ്ട് എന്നൊരു വിശ്വാസം നമുക്കുണ്ടാകും. എന്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കർത്താവ് പോകുന്നുണ്ട് എന്നൊരു വിശ്വാസം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. ഞാൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഇവിടെ ആരുമില്ല, അങ്ങനെയാണെങ്കിൽ പോലും എന്റെ പഠനത്തിന് മുമ്പിൽ എന്റെ കർത്താവുണ്ട്. ഞാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ള വിഷയത്തിന് മുമ്പിൽ എന്റെ കർത്താവുണ്ട്. ആ വിഷയം എനിക്ക് ഏറ്റവും എളുപ്പമുള്ളതാക്കി തീർക്കുവാനായിട്ട് എന്റെ കർത്താവിന് സാധിക്കും എന്നൊരു വിദ്യാർത്ഥി വിശ്വസിച്ചാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 54-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം പറയുന്നത് പോലെ, കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നമ്മൾ നോക്കി, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്ന വചനമാണ്. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. ഇതൊക്കെ പഠിക്കുമ്പോൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുമക്കൾ ആരെങ്കിലും അവരോട് പറഞ്ഞു കൊടുക്കണം. അവര് പഠിക്കാനിരിക്കുന്നതിന് മുമ്പായിട്ട് അവർ പറയട്ടെ, കർത്താവ് എന്നെ പഠിപ്പിക്കും, ഞാൻ ശ്രേയസാർജിക്കും. ഈ വചനം പറഞ്ഞ് പഠിക്കുമ്പോൾ, ക്ലെയിം ചെയ്ത് പഠിക്കുമ്പോൾ, കർത്താവ് മാത്തമാറ്റിക്സിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രോബ്ലംസ് സോൾവ് തരാനായിട്ട് കർത്താവിന്റെ ദൂതൻ ആ കുട്ടിയോട് കൂടി ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സയൻസിന്റെ പ്രശ്നങ്ങൾ അവനുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് കൊടുക്കാനായിട്ട് കർത്താവിന്റെ ദൂതൻ അവന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. ജോലി മേഖലകളിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ കർത്താവിന്റെ ദൂതൻ അവിടെ ആ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ, തരണം ചെയ്യുവാനുള്ള കഴിവിനായിട്ട്, അത് ശക്തി തരുവാനായിട്ട് കർത്താവിന്റെ ദൂതൻ നിന്നോടുകൂടെ ഉണ്ട്. കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്നൊരു വിശ്വാസം, കർത്താവ് ഒരു ബലം നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനുണ്ട് പ്രശ്നം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വേറെ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥാപനത്തിൽ ഇപ്പം ഞാൻ ജോലി ചെയ്യും. അവിടെ നോക്കി ചിരിച്ചുകൊണ്ടൊക്കെ സന്തോഷത്തോടെ നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമായ കാര്യം നിങ്ങൾ പറയുന്നു. കാരണം അനേക വ്യക്തികൾ കരയുന്ന ഒരു കമ്പനി, നല്ല ഒരു സ്ഥാപനമായിരുന്നു, തകർന്ന് ഇപ്പോൾ ഏകദേശം താഴത്തെ ലെവലിൽ നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, കർത്താവ് എന്നെ അവിടെ തകർക്കുകയാണ്. എന്നെ തകർക്കുകയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തകരാനായിട്ട് ദൈവവിശ്വാസമുള്ള അനേകരെ ഇത് പറഞ്ഞു കൊടുത്ത് അവരെ ബലപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മറ്റുള്ള ഡിവിഷനിലൊക്കെ 7 മാസത്തോളമായി ശമ്പളം കൊടുത്തിട്ട് ആ ശമ്പളം കിട്ടാതെ കരയുന്ന സമരം നടത്തി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്കൊന്നും അയക്കാനായിട്ട് യാതൊരു നിർവാഹവുമില്ലാത്ത തകരുന്ന ഹൃദയങ്ങളെ കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. എല്ലാവരും സഹായിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഒരു പരിധിവരെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുവാനും ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടും ഒരു പരിധിവരെയൊക്കെ എനിക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ തകർച്ചയുടെ ആരംഭത്തിൽ, ശമ്പളം പെൻഡിങ് ആയി തുടങ്ങിയതിൻ്റെ ആരംഭത്തിൽ കർത്താവ് എന്നെ ആ ഡിവിഷനിൽ നിന്ന് എടുത്ത് മാറ്റി മറ്റൊരു ഡിവിഷൻ, ഇന്നും ശമ്പളം ഓൺ ടൈമിൽ കിട്ടുന്ന ഒരു ഡിവിഷനിലേക്ക് ആ തുടക്കത്തിൽ എന്നെ എടുത്തു മാറ്റി. അത് അവർക്ക് ഇപ്പോഴും ഒരു ചിലർക്ക് വേദനാജനകമായ കാര്യമാണ്. ചിലർ ഞാൻ സന്തോഷിക്കുന്നത് എന്നെ കർത്താവ് പരിപാലിച്ചു എന്നുള്ളതാണ്. കർത്താവ് പരിപാലിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യത്തിന് കർത്താവ് എൻ്റെ ശുശ്രൂഷയിലാട്ടെ, ഒരു കാര്യത്തിന് കർത്താവ് എനിക്ക് കുറവ് തന്നിട്ടില്ല. ശുശ്രൂഷ ചെയ്യേണ്ട സമയത്ത് ഇപ്പോഴും ഞാൻ വന്നിരിക്കുന്നത് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നെയ്യാറ്റിൻകരയിലെ ഒരു കുട്ടികൾക്ക് 3 ദിവസത്തെ ധ്യാനത്തിന് വേണ്ടി വന്നത്. 3 ദിവസം ധ്യാനം നടത്തുവാനായിട്ട് കുട്ടികൾക്ക് വേണ്ടി അവിടുത്തെ ഇടവചനം ഞങ്ങൾ 5 പേര് അവിടെ വരുന്നുണ്ട്. കർത്താവ് ഇതിനു വേണ്ടിയൊക്കെ ഒരു ലീവ് തരാൻ പോലും ഒരു കുഴപ്പവുമില്ലാതെ മേലധികാരികൾ അംഗീകരിക്കുവാനായിട്ടും ഒക്കെ കർത്താവ് ഇടയാക്കുന്നു എന്നുള്ളത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. ദൈവം നമ്മളെ നടത്തുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചതഞ്ഞ ഞാങ്ങളെ അവൻ ഒരിക്കലും, നീ തകർന്നിരുന്നാലും നിന്നെ ഒരിക്കലും നീ ഒരിക്കലും തളരുവാനായിട്ട് നശിച്ചു പോകുവാനായിട്ട് ദൈവം നിന്നെ അനുവദിക്കുകയാണ്. മറിച്ച് അതിലൊരു വിശ്വാസം
എൻ്റെ കർത്താവിൻ്റെ കരം പിടിച്ച് ഞാൻ നീങ്ങും, കർത്താവിനെ തകർക്കുകയില്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വട്ടായിലച്ഛൻ്റെ ധ്യാനം അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ദിവസം ഒരു സ്ത്രീ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. ദുബായിൽ ഒരു കമ്പനി, അവിടെ കമ്പനി പൂട്ടാൻ പോവുകയാണെന്ന് ഇവരെല്ലാം അറിയിച്ചു. എല്ലാ തൊഴിലാളികളെയും അറിയിച്ചു. അവരെല്ലാം വേദനിച്ച് നിൽക്കുന്ന സമയത്ത് ഈ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഈ കമ്പനി പൂട്ടുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ഈ സ്ത്രീക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ധ്യാനത്തിന് പോയി, നാട്ടിൽ ഇവിടെ പാലക്കാട് അട്ടപ്പാടി ധ്യാനിച്ചപ്പോൾ കുറച്ച് മണ്ണ് വെഞ്ചരിച്ചുകൊണ്ട് ഇവർ പോയിരുന്നു. തിരിച്ച് ദുബായിക്ക് വന്നിരുന്നു. അവർ ആ മണ്ണ് എടുത്ത് ഈ സ്ഥാപനത്തിൻ്റെ ഓരോ കോണിലും കൊണ്ട് ഇട്ടേച്ചു. തിരിച്ച് അവരുടെ ഓഫീസിൽ പോയി പ്രാർത്ഥിച്ചു. 2 ആഴ്ച കൊണ്ട് അതിൻ്റെ മുതലാളി പറഞ്ഞു, സ്ഥാപനം കൂട്ടുന്നൊന്നുമില്ല, എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നോക്കാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയറായി. 2 ആഴ്ച ആയപ്പോഴത്തേക്ക് പുതിയ വർക്കുകൾ വന്നു തുടങ്ങി. ഇപ്പോൾ ആ സ്ഥാപനം വളരെ നന്നായിട്ട്. ഹല്ലേലൂയ. കർത്താവിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കർത്താവിൽ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല പ്രവർത്തിക്കാൻ. എനിക്ക് രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറിപ്പോയിട്ടുണ്ടോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരങ്ങൾ, പ്രിയപ്പെട്ടവരെ, കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം കർത്താവിന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നീ പറയുന്നതൊക്കെയും കേൾക്കുവാൻ കർത്താവ് കാതോർത്തിരിക്കുകയാണ്. നിന്നോട് ഔദാര്യം കാണിക്കാൻ കാത്തിരിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ ഉണ്ട്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം നമ്മളൊപ്പം ഉടനെ ഈ വിശ്വാസം എനിക്കുണ്ടാകും. അങ്ങനെ വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകളുടെ പിന്നിലും ദൈവം അത് നന്മയ്ക്കായിട്ട്, എല്ലാ തിന്മകളെയും നന്മയ്ക്കായിട്ട് എന്ത് ചെയ്യും? ദൈവം പരിണമിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലൊരു വ്യക്തി ഇങ്ങനെ പള്ളിയുടെ പെരുന്നാൾ നടക്കുന്ന സമയത്ത് ഇടവകയിലെ അച്ഛൻ എല്ലാവരും വിളിച്ചു കൂട്ടി. ഒരു ചെറിയ ഇടവകയാണ്. ആ ഇടവകയിൽ പെരുന്നാൾ നടത്താനായിട്ട് വലിയ സാമ്പത്തികമൊന്നുമില്ല. ഇടവക്കാർ ചേർന്നാണ്. അപ്പം കുറച്ച് പേരെ അച്ഛൻ ഇങ്ങനെ തിരഞ്ഞെടുത്തു. ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു, ഞാൻ 250 രൂപ തരാം. അങ്ങനെ 250, 500 അവസാനിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ, ഒരു പാവപ്പെട്ട മനുഷ്യൻ, സാധാരണ കൂലിവേല ചെയ്ത് താമസിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, അച്ഛൻ ഞാൻ 1000 രൂപ തരാം. അച്ഛൻ ചോദിച്ചു, ഞാനെന്തായി പറയുന്നത്, ചേട്ടൻ എന്തായി പറയുന്നത്? 1000 രൂപയൊക്കെ ചേട്ടൻ്റെ ഇവിടെ എടുക്കാനുള്ള നിത്യവൃത്തിക്ക് കഴിവില്ലാത്ത അതൊക്കെ അച്ഛൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് തരും. ഈ ഒരു വിശ്വാസം കൊടുക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ 1000 രൂപ പള്ളി പെരുന്നാളിന് തരും. 1000 രൂപ എന്ന് പുള്ളി പറഞ്ഞപ്പോഴത്തേക്കും മറ്റുള്ളവരെല്ലാം 250 മാറ്റി പിടിച്ചു. അവരിച്ചിരി കൂട്ടിപ്പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, പെരുന്നാൾ ഇറങ്ങി പൈസ ആവശ്യമുള്ള 2 ദിവസം മുമ്പേ ഈ പൈസ അച്ഛനെ ഞാൻ ഏൽപ്പിച്ചോളാം. ഇദ്ദേഹത്തിന് കാശുണ്ടായിട്ട് പറഞ്ഞതല്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം എൻ്റെ അറിയുന്നു. എനിക്ക് വിശ്വാസമുണ്ട് ദൈവം ഈ കാശ് അച്ഛന് വേണ്ടി എൻ്റെ തരും. അദ്ദേഹം ഈ പെരുന്നാളിന് കാശ് ഏൽപ്പിക്കേണ്ട സമയത്തിന് 2 ദിവസം മുമ്പ് തന്നെ അച്ഛൻ്റെ അടുക്കൽ 1000 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛാ ഇതാ 1000 രൂപ. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇനിയും വേണം, കുറച്ച് കാശും കൂടെ എടുത്തിട്ടാണ് ഇത് കണ്ടോ, ഇനിയും വേണോ കാശ്? അച്ഛൻ ചോദിച്ചു, ഈ കാശ് എവിടുന്ന് മോഷ്ടിച്ചതാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ മോഷ്ടിച്ചതുമല്ല അച്ഛാ, ഞാൻ ഒരു വഴിക്ക് ഞാൻ നടന്നു പോയപ്പോൾ 4-5 പേര് അവിടെ കലിങ്കിലിരിക്കുന്നത് ഞാൻ കണ്ടു. കലിങ്കിലിരിക്കുന്നവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ കണ്ട് പരിചയമില്ലല്ലോ, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിവിടെ ഒരു സ്ഥലം അന്വേഷിച്ചിറങ്ങിയതാണ്. ആ സ്ഥലം പോയി കണ്ടിട്ട് വരവും വെറുതെയാണ്, ഞങ്ങൾ ദൂരെ നിന്ന് വരുന്നതാണ്. പക്ഷേ ഈ വരവ് വെറുതെയാണ്, കാരണം ആ സ്ഥലത്ത് ഒരു സുഖമില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എൻ്റെ വീടിനടുത്തൊരു സ്ഥലമുണ്ട്, അയാളത് വിൽക്കാനിട്ടിരിക്കുകയാണ്, നിങ്ങൾ ചുമ്മാ ചോദിച്ചോളാമോ? കുറേ നാളായി വിൽക്കാനിട്ടിരിക്കുന്നു, നിങ്ങൾ ചുമ്മാതെ കാര്യത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ അദ്ദേഹത്തിന് ബ്രോക്കർ കാശൊന്നുമല്ല, സാധാരണ ഒരു മനുഷ്യനാണ്.
ബ്രോക്കറൊന്നും അല്ല, പക്ഷെ നിങ്ങളൊന്ന് അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ നോക്കിയിട്ട് പോയേക്കാന്ന് പറഞ്ഞ് ഇവര് ഈ ചേട്ടൻ്റെ കൂടെ പോയി ആ മനുഷ്യന്റെ വീട്ടിൽ ചെന്നു, സ്ഥലം കണ്ടു. കണ്ട പാടെ ഇവർക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. അവർ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായ ഒരു സ്ഥലം. ഇത്രയും കാലം വിൽക്കാനിട്ടിട്ട് പല പ്രാവശ്യം നടക്കാത്തൊരു വിഷയം, ഇവർക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. അവർ തുക പറഞ്ഞ് ഉറപ്പിച്ചു. അവർ ആ സ്ഥലം എഴുതി. ഈ ചേട്ടൻ, അതായത് സ്ഥലത്തിന്റെ ഉടമ, ആ ചേട്ടൻ ഈ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ വളരെ നന്ദിയുണ്ട്, ഞാൻ കുറെ കാലമായി ഈ സ്ഥലം വിൽക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്, പക്ഷെ നടക്കുന്നില്ല. ഞാൻ വിചാരിച്ചതിന് കൂടുതൽ കാശ് ഈ സ്ഥലത്തിന് പോയി കിട്ടി. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കാശാണ് അവർ പറഞ്ഞത്. അതിന് ഈ സ്ഥലം വിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അതുകൊണ്ട് എൻ്റെ ഒരു സന്തോഷത്തിന് ചേട്ടൻ ഒരു 5000 രൂപ ഞാൻ തരിക. എനിക്കിത് വേണ്ട, ഞാൻ നിങ്ങൾക്ക് ഒരു സഹായമായിട്ടുള്ളതെന്ന് ഇത് അറിഞ്ഞിരുന്നു, അതുകൊണ്ട് പറഞ്ഞതേ. ഇല്ല, അതല്ല, 5000 രൂപ ചേട്ടൻ ഇരിക്കട്ടെ. 5000 രൂപ അങ്ങനെ പറഞ്ഞു പിടിപ്പിച്ച് ചേട്ടൻ്റെ സ്ഥലം വാങ്ങിച്ചവര് ഈ പുള്ളി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചതിനും താഴ്ന്ന വിലയ്ക്ക് ഞങ്ങൾക്ക് സ്ഥലം കിട്ടി, അതുകൊണ്ട് ഞങ്ങളുടെ സന്തോഷത്തിന് 5000 രൂപ ചേട്ടൻ. ചേട്ടൻ്റെ 10000 രൂപ ചുമ്മാ ഇരുന്നപ്പോഴേ കർത്താവ് അച്ഛൻ്റെ കയ്യിൽ അച്ഛാ 1000 രൂപ ഇന്ന് ഇതിൽ കൂടുതൽ പൈസ വേണം, ഞാൻ തരാനായിട്ട് റെഡിയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പോലും ഒരിക്കലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പോലും ഭഗ്നാശനായി പോയിട്ടില്ല. കർത്താവ് വചനത്തിലൂടെ ഇപ്രകാരം പറയുന്നത്, പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം, കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുമേ. കർത്താവിനെ ആശ്രയിച്ചിട്ട്, പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കണം, മനോഹരമായി നിങ്ങൾ പോയി വായിക്കണം ഈ വാചനം. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. വായിച്ചു, കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? ഇത്രയും കാലം കർത്താവിനെ ആശ്രയിച്ചിട്ട് വെറുതെയായി എന്ന് പറഞ്ഞിട്ടുള്ള ആർക്ക് പറയാൻ പറ്റും? പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശന? ആശ്രയിച്ചാൽ കർത്താവിനെ ആശ്രയിച്ചാൽ ഒരു മനുഷ്യനും ഭഗ്നാശനായി പോകും. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായി പോയിട്ടുള്ളത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? നേരത്തെ പറഞ്ഞില്ലേ, കർത്താവിനെ ആശ്രയിച്ചാൽ കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? ഇതുവരെ ഒരു മനുഷ്യൻ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരെങ്കിലും പരിത്യക്തനായി പോയിട്ടുള്ളത്? കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ച സമയങ്ങളില്ലേ? തീർച്ചയായിട്ടും അത്ഭുതകരമായി പ്രവർത്തിച്ചിട്ടുള്ള സമയമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമായിട്ട് ദൈവം പ്രവർത്തിച്ച സമയമുണ്ട്. ഹല്ലേലൂയ. അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചവരിൽ ആരാണ് അവഗണിക്കപ്പെട്ടത്? ഒരു വ്യക്തി പോലും ഇതുവരെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയ പരമാർത്ഥതയോടെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് വിളിച്ച് അപേക്ഷിക്കുന്ന ഓരോ വ്യക്തിക്കും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് സമീപസ്ഥനാണ്. നിന്നോട് ഔദാര്യം കാണിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന, നിന്റെ കണ്ണീരൊപ്പുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൂരെ മാറിയിരുന്ന് നമ്മുടെ സങ്കടത്തിൽ സന്തോഷിക്കുന്ന, കൈകൊട്ടി ചിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഇത്രയും ചെറുതായിക്കൊണ്ട് സ്വയം ശൂന്യനായിട്ട് സഖാരിയിൽ ഒരു അപ്പത്തിന്റെ രൂപത്തിൽ എന്നെയും നിങ്ങളെയും കാണുവാൻ, അറിയുവാൻ, തൊടുവാൻ വന്നിരിക്കുന്ന ഒരു ഈശോയാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇതിൽ നമ്മൾ സന്തോഷിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തീയ ജീവിതം സങ്കടത്തിന്റെ ഒരു ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം സന്തോഷത്തിന്റെ ജീവിതമാണ്. കർത്താവിൽ ആശ്രയിച്ചിട്ട് ഇന്ന് വരെ ഭഗ്നാശനായി പോയിട്ടുള്ള ഒരു വ്യക്തി പോലും ഇല്ല എന്നുള്ളത് സത്യം തന്നെ. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിൽ അടിവരയിട്ട് ഉറപ്പിക്കണം. സങ്കീർത്തനം 115:12 ഇപ്രകാരം പറയുന്നുണ്ട്, നമ്മുടെ കർത്താവിന് എന്നെയും നിങ്ങളെയും കുറിച്ച് ഒരു കരുതലുണ്ട്. നമ്മുടെ കർത്താവിന് എന്നെയും നിങ്ങളെയും കുറിച്ച് ഒരു കരുതലുണ്ട്. ഒരു കരുതലില്ലാത്തത്, കരുതൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലേ, നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമുക്കൊരു കരുതലുണ്ട്. എപ്പോഴും അവർക്ക് എന്തെങ്കിലും പറ്റിയ ഓടിച്ചിടുക, അവരെ ഒന്ന് സഹായിക്കുക, അല്ലേ, കരുതലില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊരു കരുതലുണ്ട്. നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെ പറ്റി നമുക്കൊരു കരുതലുണ്ട്.
കർത്താവ് പറയുന്നു, കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവിന് നമ്മെ കുറിച്ചൊരു വിചാരമുണ്ടെന്നേ. നമ്മളെ കുറിച്ച് ഓരോ സമയത്തും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന, സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന, വീഴുന്നുണ്ടോ, നടക്കുന്നുണ്ടോ, പറ്റുന്നുണ്ടോ, കാല് തെറ്റിയാൽ കാല് മുറിയുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കി സൂക്ഷിച്ച് വീക്ഷിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ പരിപാലിക്കുന്ന, നമ്മളെ നോക്കി സൂക്ഷിച്ച് കരുതിക്കൊണ്ട് വിചാരിച്ച് നമ്മുടെ നന്മയെ വിചാരിച്ച് കഴിയുന്ന ഒരു ദൈവത്തിന്റെ മക്കളാകുന്നതിൽ ഞാൻ നിങ്ങളും അഭിമാനിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ നിന്ന് വചനം കേട്ടിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വണ്ടി കിട്ടിയില്ലെങ്കിൽ ഉടനെ നമ്മുടെ വണ്ടിയില്ല, ഭയങ്കര അസ്വസ്ഥത. എപ്പോഴായി വണ്ടി വരിക? ഒരു ഓട്ടോ പോലും വരുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഓട്ടോയെ കൊണ്ടുതരാൻ ആർക്ക് പറ്റും? സംഭവിച്ച കാര്യങ്ങളാണ്, സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്.